ഗൈസ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ഒരു ഊഹം വെച്ചിട്ട് പറഞ്ഞ കാര്യമാണ്. ബട്ട് അത് സക്സസ് ആയി. പലരുടെയും കമന്റ് ഉണ്ടായിരുന്നു, പൈസ എടുത്തില്ലെങ്കിലും വേണ്ടില്ല, അനുമോൾ അകത്ത് കയറിയാൽ മതിയായിരുന്നു, അനുമോളുടെ കരച്ചിൽ കണ്ടിട്ട് സങ്കടം എന്നൊക്കെ ഒരുപാട് വീട്ടമ്മമാർ പറയുന്നുണ്ടായിരുന്നു. അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് അനുമോള് ആണ് 1.40 lakhs പൈസ കളക്ട് ചെയ്തിരിക്കുന്നത്. അത് അവർ തമ്മിൽ നന്നായിട്ട് ഗെയിം കളിച്ചു കേട്ടോ. ഒരു മ്യൂച്വൽ ഇതിൽ കളിച്ചു. 1 ബണ്ടിൽ വന്നിട്ട് ആദില, ദെൻ 3 അക്ബർ, ദെൻ 7 ബണ്ടിലാണ് നമ്മുടെ അനുമോൾ എടുത്തത്. നല്ലൊരു ടാസ്ക് നല്ല രീതിയിൽ അവരെ അറ്റൻഡ് ചെയ്തു. പിള്ളേര് തൂക്കി എന്ന് തന്നെ പറയാം. അനുമോളും ആ ഒരു 7 ബണ്ടിൽ എടുത്തു. അത് നിങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടോന്ന് അറിയില്ല. ആ പൈസ എടുത്തിട്ട് ഇങ്ങനെ ഒരു 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 നെടുവീർപ്പ് ഒരു ഫ്രാക്ഷൻ ഓഫ് ടൈമിൽ അത് കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് പി ആർ എന്ന് പറയുന്നവരോട്, ഇത് പി ആർ ഒന്നും അല്ല കേട്ടോ, ആ കൊച്ചു കഷ്ടപ്പെട്ട് ഓടിപ്പോയി തൂക്കിയെടുത്തുകൊണ്ട് വന്നതാണ്. പുറത്ത് പി ആർ ഉള്ളതുകൊണ്ട് ആരും കൊണ്ട് പൈസ കൊടുത്തതെന്നല്ല. അനുമോൾ സ്ട്രഗിൾ ചെയ്തിട്ട് ഓടിപ്പോയിട്ട് പൈസ എടുത്തത് തന്നെയാണ്. ആൻഡ് ആ ഒരു 7 ബണ്ടിൽ കിട്ടി. നല്ല കാര്യം. വേറൊരു കഥ ഇപ്പോൾ വന്നിരിക്കുന്നത്, അനുമോൾ കരഞ്ഞാൽ, അനുമോൾക്ക് അറിയാം അനുമോൾ കരഞ്ഞാൽ പുറത്ത് വോട്ട് കൂടും എന്നുള്ളത്. ഇത്രയും കാലം ഒരുപാട് കരച്ചിൽ കുമാരി ഞാനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഉള്ള കാര്യം പറയാമല്ലോ. അനു എന്തിനാണ് ഇങ്ങനെ തൊട്ടേനും പിടിച്ചാനും കരയുന്നതെന്നൊക്കെ. പക്ഷെ ഇപ്പോൾ കുറച്ച് ഭയങ്കര ബോൾഡ് ആയിട്ടുണ്ട് ആൾ. അങ്ങനെ തൊട്ടേനും പിടിച്ചാനും കരയുന്നൊന്നുമില്ല. കൺഫ്യൂഷൻ റൂമിൽ കരഞ്ഞു, അത് അടിതെറ്റി ആനയും വീണെന്ന് പറഞ്ഞ മാതിരി കരയും. അപ്പോൾ വീണു. അപ്പോൾ ഈ പറഞ്ഞ മാതിരി അത് കരച്ചിൽ ഇത്ര വലിയ കൊലക്കുറ്റൊന്നുമില്ല. പക്ഷെ ഇതിനു മുമ്പ് തൊട്ടേനും പിടിച്ചതിനും കരഞ്ഞപ്പോൾ ഞാൻ വേശി കൊച്ചു എന്തിനാ തൊട്ടേനും പിടിച്ചാൽ ഇങ്ങനെ കരയുന്നത്, ഞാൻ ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ആണ് കേട്ടോ. അപ്പൊ ഇപ്പൊ പറയുന്നത് അനുമോള് കരഞ്ഞാൽ അപ്പൊ പുറത്ത് വോട്ട് കൂടുന്നുണ്ട്. അപ്പോ ഡ്രാമകൾ കഴിഞ്ഞു, പി ആറിന്റെ സപ്പോർട്ടോട് വേണ്ടിയിട്ടാന്ന് പറഞ്ഞത് കഴിഞ്ഞു, ഇപ്പൊ കരച്ചില്ല. അപ്പൊ ഞാനിത് കാണുന്ന വീട്ടമ്മമാരോടാണ് ചോദിക്കുന്നത്, നിങ്ങൾ എങ്ങനെയാണ് അനുമോള് കരയുമ്പോൾ അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് അതല്ലെങ്കിൽ ഇങ്ങനെ സൂം ചെയ്തിട്ട് കണ്ണീര് വീഴുന്ന ഓരോ തുള്ളിക്കാണോ വോട്ട് ചെയ്യുന്നത്? അല്ല, സംശയം കൊണ്ട് ചോദിച്ചാണ്. കാരണം അടുത്തത് ഇപ്പോൾ ഒരു അലിഗേഷൻ വന്നേക്കണത് അതാണ്, അനുമോള് കരഞ്ഞാൽ വോട്ട് കൂടുന്നുള്ളത്. ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്ന് വെച്ചിട്ട് പറയാണ്. ഇപ്പൊ കമന്റ് ചെയ്യുക, കണ്ണീരിന്റെ തുള്ളികൾ ഓരോ തുള്ളി കൗണ്ട് ചെയ്തിട്ടാണോ നിങ്ങൾ വോട്ട് ചെയ്യുന്നത്, അതോ ഒരൊറ്റ തുള്ളിക്ക് തന്നെ ഒരു അറഞ്ചം പുറഞ്ഞം വോട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ? എനിക്കറിയില്ല. പെർ പേഴ്സൺ പെർ വോട്ട് എന്നുള്ള രീതിയിലാണ് എൻ്റെ അറിവിൽ അറിയുന്നത്. അപ്പം ലൈക്ക് ഒരാള് കഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ ഒരാൾക്ക് കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ ഒന്നില്ലെങ്കിൽ ആ കുട്ടി അതിൽ എത്തിപ്പെടണ്ട, ഇല്ലൊരു ഒരു 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 ജലസ് അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുക, നീ ഇങ്ങനെ പോയി പറയണോട്ടോ. ഇതൊക്കെ എനിക്കും അറിയാം. കാരണം എൻ്റെ സീസണിലും ഒരുപാട് ആൾക്കാർ എനിക്ക് ഇപ്പോഴും എൻ്റെ മുന്നിൽ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ട് അവരെ. പക്ഷെ എനിക്കറിയാം എന്നുള്ളത് അവർക്ക് അറിയത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാരെ എടുത്തിട്ട് പോയി കുറച്ച് കുറ്റം പറഞ്ഞിട്ട് വാ, കുറച്ച് തെറി പറഞ്ഞിട്ട് വാ എന്ന് പറഞ്ഞു വിടും. അത് ചിലപ്പോൾ 100-500 രൂപയ്ക്ക് ആയിരിക്കും, അല്ലെങ്കിൽ വെറുതെ ഒരു രസത്തിനായിരിക്കും. അപ്പൊ എന്ത് തന്നെയാണ് ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്റൻഷനോട് കൂടി, പ്യുവർ ഗുഡ് ഇന്റൻഷനോട് കൂടി കഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോകം തന്നെ തിരിഞ്ഞു നിന്നാലും, ലൈക്ക് ലോകത്തിൽ എത്ര ആൾക്കാർ തിരിഞ്ഞു നിന്നാലും ആ ആള് രക്ഷപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ അങ്ങനെയാണ് കേട്ടിരിക്കുന്നതും അതിലാണ് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതും. അപ്പൊ അനുമോള് കപ്പ് തൂക്കിയാലും ചിലർ പറയും പി ആറിന്റെ ബലത്തോടാണെന്ന്, ചിലർ പറയും ഈ സീസണിലും ഒരു മണ്ടത്തനം സംഭവിച്ചു എന്ന് പറയും. പക്ഷെ ഉണ്ട്, കാരണം എനിക്ക് ആ കുട്ടിയോട് ഒരു അറ്റാച്ച്മെന്റും ഇല്ലായിരുന്നു, നല്ല കാര്യം പറയാലോ. പക്ഷെ ചില കാര്യങ്ങൾ ഞാൻ കേട്ടപ്പോൾ ഐ ഫീൽ പ്രൗഡ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടായ്പിലൂടെ പൈസ ഉണ്ടാക്കാനും ഒക്കെ നോക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഇവിടെ, കഷ്ടപ്പെടാതെ അല്ലെങ്കിൽ ഈസി പാത്ത് നോക്കിയിട്ട്. പക്ഷെ ഒരു ഒരു എന്താ പറയുക, കുടുംബത്തിന് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക, അത്തരം സ്ട്രഗിൾ ചെയ്യാന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് ഇവരിപ്പോൾ ഒരു ഗെയിം മാത്രം ഫോക്കസ് ചെയ്യുമ്പോൾ, അതിനു മുമ്പ് ഞാൻ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് കണ്ടു, ഒരു ചേട്ടൻ ഇട്ടിരിക്കുന്നത്, താൻ എന്ത് കണ്ടിട്ടാണ് അനുവിനെ സപ്പോർട്ട് ചെയ്യണേന്ന് ചോദിച്ചതിന് മറുപടിയാണ് ആ ചേട്ടനെ എഴുതി പിടിപ്പിച്ചേക്കണേ. 8-9 കൊല്ലമായിട്ട് ഇവർ തമ്മിൽ അറിയാം, ഇവർ ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ ആണ് അയച്ചിരിക്കുന്നത്. ആൻഡ് അനുവിന്റെ ക്യാരക്ടർ അനു എല്ലാവരും ചേർത്ത് നിർത്തിയിട്ടുള്ളൂ. ചേർത്ത് നിർത്തിന്റെ കഥ പുറത്ത് ഞാൻ കുറെ കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത്രയും കടം വന്നതും. അതേപോലെ ഇതിന്റെ അകത്തും ചേർത്ത് നിർത്തിയിട്ടാണ് ഇപ്പൊ പാട്ട ഗേൾസിന്റെ കയ്യിൽ നിന്ന് ഒരുപാട് പണി കിട്ടിയിരിക്കുന്നത്. ആൻഡ് ഇപ്പൊ നെവിൻ വന്ന് കോംപ്രമൈസ് ചെയ്തപ്പോഴും ഷീ ഡോണ്ട് ഹാവ് എനി ഗ്രഡ്ജ്. ഓക്കെ. പിന്നെ അനുവിന്റെ ഫാമിലിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടു. അപ്പൊ ആളൊരു നാട്ടിൻപുറത്തുകാരിയാണ്. അപ്പൊ ഒരു എന്താ പറയാ, വലിയൊരു ആളുകൾ എന്താ പറയാ, സദാചാരം പറയുന്ന മാതിരി ഒരു തോട്ടും കാര്യങ്ങളൊന്നും അവരുടെ ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യരുത്. സോ എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു സീസണിൽ അറഞ്ചും പുറഞ്ചും എല്ലായിടത്തും നല്ല രീതിയിൽ അടി നടക്കുന്നുണ്ട് അതിനൊരു കപ്പ് കിട്ടാതിരിക്കാനായിട്ട്. അറിയില്ല, നമുക്ക് ഇപ്പോഴും എനിക്ക് അറിയത്തില്ല, നമുക്ക് ആർക്കും അറിയത്തില്ല ആരാണ് ഡിസേർവ് ചെയ്യുന്നുള്ളത്. പക്ഷെ ഒന്നെനിക്കറിയാം, ലോകത്തിൽ
മൂലയ്ക്ക് അല്ലെങ്കിൽ പല അങ്ങിങ്ങായിട്ടും ഒരുപാട് ആൾക്കാരുടെ പ്രാർത്ഥന ആ കുട്ടിക്ക് ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അത് ആ കുട്ടി ബിഗ് ബോസിൽ വന്നിട്ട് ഉണ്ടാക്കിയതല്ല, അതിനു മുമ്പ് തന്നെ ആ കുട്ടി ഉണ്ടാക്കി വെച്ച കാര്യങ്ങളാണ്. അത് അതിന് ആ ഒരു പ്രയർ അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട്, ആ ഒരു ഇഷ്ടം PR ആയിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ വീട്ടമ്മമാരോടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആരും ഇങ്ങനെ വിഷമിച്ചിരിക്കുക കരഞ്ഞിരിക്കുകയൊന്നും വേണ്ട. ലെറ്റ് പ്ലേ ഹെ ഗെയിം. അപ്പോൾ 1.40 ആൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ ഏറ്റവും കൂടുതൽ പൈസ വാരിയത് അനുമോളാണ്.